സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഡിസംബർ മാസത്തെ അനിഴം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. കാരണം ലഗ്നത്തിൽ ബുധശുക്ര യോഗമാണ്. എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. യാത്രാ ഗുണം, നല്ല ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുണ്ട്. പക്ഷേ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതേപോലെ തന്നെ 2ാം ഭാവത്തിൽ കർമാധിപതി രക്ഷാസ്ഥാനത്താണെങ്കിൽ പോലും ലഗ്നാധിപതിയോട് യോഗം ചെയ്തിട്ടാണ് രക്ഷാസ്ഥാനം നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം സാമ്പത്തികമായ നല്ല പ്രഷർ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. അതേപോലെ തന്നെ ആവശ്യമില്ലാത്ത ദേഷ്യം, എടുത്തിയാട്ടം, ചിന്താശേഷിക്കുറവിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ, ചിന്തിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള വിഷമങ്ങൾക്ക് യോഗമുള്ള സമയമായത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ലഗ്നത്തിൻ്റെ 10ൽ ഖണ്ഡകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ ജോലിയിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കുക, വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ, അതുപോലെയുള്ള വിഷയങ്ങളും, മാനസികമായിട്ട് നിരാശ പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കാരണം 5ാം ഭാവത്തിൽ അലസപ്രേക്ഷ നിര്യാണകാരകനായിരിക്കുന്ന ശനിയാണ് നിൽക്കുന്നത്. സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ശനിയാണെങ്കിലും 4ാം ഭാവാധിപത്യം കൂടി വഹിച്ച് 5ൽ നിൽക്കുന്ന കാരണം ഭവന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ഓർത്ത് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനായിട്ട് സാധ്യതയുള്ള സമയമാണ്. രക്ഷാസ്ഥാനത്ത് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നുണ്ട്. കർമാധിപതിയോട് യോഗം ചെയ്തിട്ടാണ്, പൂർവപുണ്യസ്ഥാനാധിപതിയുടെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. എന്നാലും ദൈവാധീനക്കുറവ് വലിയൊരു ഘടകമായിട്ട് പല സമയത്തും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. 7ാം ഭാവാധിപതി സാന്നിധ്യം ചെയ്ത് നിൽക്കുന്ന ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. അതേപോലെ തന്നെ സർവാഭിഷ്ട സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ അഷ്ടമാധിപത്യം വഹിച്ച് ലഗ്നാധിപതിയോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട്. അത് ഒരു അത്ര ഗുണമല്ല. കാരണം ലാഭം ഉണ്ടാകുമെങ്കിൽ പോലും ശനിയുടെ ദൃഷ്ടി ലാഭസ്ഥാനത്തേക്കാണ് വരുന്നത്. നിവർത്തി സ്ഥാനാധിപതി ലഗ്നത്തിലാണ് നിൽക്കുന്നത്. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തുമാണ്. അവനവൻ ചെയ്യേണ്ട കാര്യങ്ങൾ, ഭർത്താവ് ചെയ്യേണ്ട ഒരവസ്ഥ കാര്യങ്ങൾ വരിക. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉള്ള തടസ്സങ്ങൾ അനുഭവിക്കാൻ ഇടവരിക എന്ന് പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ എടുത്തിയാടി സംസാരിക്കുക, ചിന്തിക്കാതെ സംസാരിക്കുക. അപ്പോൾ നല്ല ഉദ്ദേശത്തോടുകൂടിയുള്ള സംസാരമാണെങ്കിലും കേൾക്കുന്നവർക്ക് നേതൃത്വപരമായിട്ടുള്ള സംസാരമായിട്ട് തോന്നുന്നത്. സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ, ധനകാരകൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് ധനനഷ്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചൊവ്വാക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധനാണ്. അസത്യം സംസാരിക്കേണ്ടി വരികയോ ചെയ്യേണ്ടി വരികയോ അതേപോലെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വരികയോ ഒക്കെ ചെയ്യാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. അപ്പം നമുക്ക് നമ്മളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, കാര്യങ്ങൾ, കോൺഫിഡൻസ് നഷ്ടം വരുന്നൊരവസ്ഥ, മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ധനകേകതനം എന്ന് പറയുന്ന യോഗമാണ്. 2ലാണ് ചൊവ്വ. അപ്പോൾ അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അശുദ്ധിയുള്ള ഭക്ഷണം ഉള്ളിൽ ചെല്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യുകയും ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ചെയ്യുക. നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.